കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എനിക്കൊരു ദോഷവും വരത്തില്ല. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ദുഃഖിപ്പാൻ എനിക്ക് മനസ്സില്ല. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇതാണൊരു വിശ്വാസിയുടെ ഏറ്റുപറച്ചിൽ. ഒരു വ്യക്തി വിശ്വാസിയാകുന്നത് ഒരു സഭയിൽ ചേരുമ്പോഴല്ല. ഒരു വ്യക്തി യേശുക്രിസ്തുവുമായി ബന്ധത്തിലാകുന്നത് ഒരു പുതിയ ഒരു എന്താ പറയുന്നത് ആചാര രീതികൾ സ്വീകരിക്കുമ്പോഴല്ല. ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം വിട്ടുകൊടുക്കുമ്പോഴാണ്. ഈ ലോകത്തിൽ വന്ന എല്ലാ മഹാന്മാരും മരിച്ചു മൺമറഞ്ഞു. പക്ഷേ യേശു ഉയർത്ത് ജീവിക്കുന്നു. ആ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതം ഇതാ എന്ന് പറയുന്ന നിമിഷമാണ് വാസ്തവത്തിൽ ഹൃദയപൂർവ്വം ജീവിതം യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്ന നിമിഷം ആ വ്യക്തി ഫുള്ളി പ്രൊട്ടക്റ്റഡാണ്. കർത്താവ് കാൽവറിയിൽ നേടിയ സകല അനുഗ്രഹങ്ങൾക്കും ആ വ്യക്തി അന്ന് മുതൽ പങ്കാളിയാണ്. അതവൻ്റെ അവകാശമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പലരും ധരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു സഭയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു രീതിയിലേക്ക് വരുന്ന ഒരിക്കലുമല്ല. യേശു എൻ്റെ കർത്താവാണ് എന്നുള്ള ഉറപ്പിൽ ഒരു വ്യക്തി തികച്ചും സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ആ പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആ യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ പോകുന്നത് വചനത്തിലേക്ക് നമുക്ക് കടക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശു എൻ്റെ കർത്താവാണ് ഒരാൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും യേശു എൻ്റെ കർത്താവാണ് ആ വ്യക്തി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ലോകത്തിലെ സകല ജനങ്ങൾക്കും വേണ്ട രക്ഷ യേശു തൻ്റെ രക്തത്താൽ വിലക്കെടുത്ത് കഴിഞ്ഞു, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആരെയും കർത്താവ് പോയി രക്ഷിക്കുകയല്ല, രക്ഷയുടെ സന്ദേശം നമ്മൾ അറിയിച്ചാൽ മതി, അത് അവരെടുക്കുക. ഹല്ലേലൂയ. ഇനി യേശു ഓരോരുത്തരെയായിട്ട് ഇറങ്ങി രക്ഷിക്കേണ്ട ആവശ്യമില്ല. സകല മാനവജാതിയുടെ രക്ഷ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ആ രക്ഷ എന്ന പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക സുവിശേഷ വേല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:12 നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം ദൈവമക്കളാക്കുന്നെന്നല്ല, നമ്മൾ ദൈവമക്കളാകുന്ന. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് ലോകത്തുള്ള 700-ൽ പരം കോടി ജനങ്ങൾക്കും ദൈവ പൈതലാകാനുള്ള അധികാരമുണ്ട്. അവരത് ഉപയോഗിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. രക്ഷ, പാപമോചനം, സ്വർഗം, നിത്യജീവൻ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി മാനവജാതിക്ക് ഒരുക്കി വെച്ചിരിക്കുക. പക്ഷേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മനുഷ്യന് അറിയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. ഏത് സുവിശേഷം?
ഞാനിതെല്ലാം വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, നിങ്ങളിനി വില കൊടുക്കണ്ട. ഞാനതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളിനി കഷ്ടപ്പെടണ്ട. ഞാനതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളതിനു വേണ്ടി ഇനി ഒരു മതകർമ്മവും ചെയ്യണ്ട. വിശ്വാസത്താൽ ഏറ്റെടുത്താൽ മാത്രം മതി. രക്ഷ നിങ്ങൾക്കുള്ളതാ, അനുഗ്രഹം നിങ്ങൾക്കുള്ളതാ, രോഗസൗഖ്യം നിങ്ങൾക്കുള്ളതാ, തലമുറയുടെ നന്മ നിങ്ങൾക്കുള്ളതാ, ഉയർച്ച നിങ്ങൾക്കുള്ളതാ, നിത്യജീവൻ നിങ്ങൾക്കുള്ളതാ, സ്വർഗം നിങ്ങൾക്കുള്ളതാ. സകലവും സൗജന്യമായി നിങ്ങൾക്ക് അനുഭവിക്കാം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാ സദ്വർത്തമാനം, സുവിശേഷം അല്ലേ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി എന്ത് പറയണം? സുവിശേഷം, ദ ഗോസ്പൽ. സുവിശേഷം എന്ന പേരുള്ള ഒരു സുവിശേഷമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. സുവിശേഷം എന്തുകൊണ്ടാണ് സുവിശേഷമായത്? 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഒരു സാധനം സൗജന്യമാണെന്നുള്ളതാണ് മനുഷ്യരെ സംബന്ധിച്ച് സുവിശേഷം. നിങ്ങൾ പരസ്യങ്ങൾ, പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ നോക്കിക്കേ. ആ പരസ്യങ്ങളിൽ കാണാം, നിങ്ങൾ ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഒരു തേപ്പ് പെട്ടി ഫ്രീ. മനുഷ്യരെ ആ ഫ്രീ ആണെന്ന് കേൾക്കുന്നവന് സുവിശേഷമാണ്. ഒരു സാധനം വിലയില്ലാതെ കിട്ടുന്നതാണ് മനുഷ്യൻ്റെ സുവിശേഷം. രണ്ടാമത്, മനുഷ്യർക്ക് സുവിശേഷം എന്നറിയോ? കഷ്ടപ്പാടില്ലാതെ കാര്യം നടക്കുന്നു. ഇനി വെള്ളം വരിച്ചു കോരണ്ട, നിങ്ങളൊരു സ്വിച്ച് ഇട്ടാൽ മതി, ടാങ്കിൽ വെള്ളം കയറും. അത് സുവിശേഷമാണ്. നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ ഇനി യാതൊരു എക്സസൈസും ചെയ്യേണ്ട, ഞങ്ങൾ തരുന്ന ബെൽറ്റ് ഇട്ട് ഒരു സ്വിച്ച് ഇട്ടൊന്ന് വിറപ്പിച്ചാൽ മതി, നിങ്ങളുടെ വയറ് കുറയും. മനുഷ്യൻ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമില്ല, ഒരു സ്വിച്ച് ഇടുമ്പോൾ വയറ് കുറയുന്നതാണ് അവന് ഇഷ്ടം. അപ്പോൾ അവന് സുവിശേഷം ആയാസരഹിതവും പണച്ചെലവില്ലാത്തതും, പറഞ്ഞ് ആയാസരഹിതവും പണച്ചെലവില്ലാത്തതും ആ സുവിശേഷം. ദൈവത്തിൻ്റെ മക്കളെ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ഒരു സഹോദരന് ശവക്കുഴി കാണാതെ അവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ഒരു മനുഷ്യനും നോക്കിയാൽ നടക്കത്തില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, പത്രോസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞു, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമകാലത്ത് ദേവാലയത്തിൽ വീണ്ടെടുപ്പ് വില ശക്കൽ വെള്ളി കൊടുത്ത യഹൂദൻ പറയുക, ഇത് എത്ര വെള്ളി കൊടുത്താലും ഇവനെ വീണ്ടെടുപ്പ് നടക്കാൻ പോകുന്നില്ല. പഴയ നിയമകാലത്ത് 10,000 ആടുകളെയും മാടുകളെയും യാഗം കഴിച്ച യഹൂദൻ പറയുക, ഈ മതകർമ്മങ്ങൾ എത്ര ചെയ്താലും നടപ്പാകാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തന്നെ പാപം ചെയ്തിട്ട് താൻ വളരെ കിരാതമായ ഒരു കൊലപാതകം ചെയ്തിട്ട് തൻ്റെ പടയാളിയുടെ ഭാര്യയെ, സ്വന്തം ഭാര്യയെ എടുത്ത ക്രൂരകൃത്യം ചെയ്തു. എന്നാൽ പ്രവാചകന്റെ വാക്കുകെട്ട് അനുദപിക്കുമ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറയാണ്, ഹനനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കാമായിരുന്നു. ഹോമയാഗങ്ങൾ നിനക്ക് വേർതിരിക്കുന്നു. ഞാനൊരു രാജാവാ, ആലയത്തിലേക്ക് ഒരു ഒറ്റ കൽപ്പന കൊടുത്താൽ എൻ്റെ പാപപരിഹാരത്തിനായി എത്ര ആടിനെ വേണലോടെ വെട്ടും. പക്ഷെ ഇതല്ല നിനക്ക് വേണ്ടിയത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാലും നടക്കത്തില്ല, ഒരു മതകർമ്മത്താലും നടക്കത്തില്ല. യഹൂദൻ ചെയ്ത ഒരു യാഗത്താലും ഒരു വഴിപാടിനാലും മനുഷ്യന്റെ പാപപരിഹാരം നടക്കാതിരുന്നപ്പോൾ ദൈവം തന്നെ വിലപ്പെട്ട തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റുവാൻ തയ്യാറായതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ദൈവമക്കളെ. ആമേൻ, ആമേൻ. യഹൂദൻ അറിയാം പല ആടുകളുടെ രക്തം. എന്നാൽ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് ഇതാ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരായാലും, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ കേൾക്കുന്ന വ്യക്തിയായാലും, ഇന്ന് എന്നെ കേൾക്കുന്ന ആരായാലും, നിങ്ങളുടെയും പൂർണ്ണ വിമോചനത്തിന് വേണ്ടി ഒരാൾ വില കൊടുത്തു കഴിഞ്ഞു. യേശുവിൻ്റെ രക്തം യഹൂദന് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യനായി മണ്ണിൽ പിറന്ന മുഴുവൻ മനുഷ്യരുടെയും പാപമോചനത്തിനും വീണ്ടെടുപ്പിനും നിത്യജീവനും സമാധാനവും ലഭിക്കുവാൻ, ദൈവത്തോട് നിരപ്പ് കിട്ടുവാൻ വേണ്ട മുഴുവൻ വിലയും യേശു കൊടുത്തു കഴിഞ്ഞു. ഇത് ഫ്രീയാ. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ എന്താ സുവിശേഷ വേല? ഫ്രീ കിട്ടിയ ആൾ അയൽവക്കക്കാരനോടും പറയാം, ആണ്ട് റേഷൻ കടയിൽ വന്നിട്ടുണ്ട്, ഫ്രീ ആകട്ടോ, ഇത്രയും ഒന്ന് ചെയ്യുന്ന സുവിശേഷ വേല അല്ലേ? നിങ്ങൾക്ക് റേഷൻ കടയിൽ ഒരു സാധനം കിട്ടിയാൽ, ഫ്രീ ആയിട്ട് കിട്ടിയാൽ, നിങ്ങൾ അടുത്തുള്ള ആളോട് പറയും, ദേ വന്നിട്ടുണ്ട്, നിങ്ങളും പോയി മേടിച്ചു. ഇതേ ഉള്ളൂ സുവിശേഷ വേല. അല്ലാതെ സഭ കണ്ടുപിടിച്ചതല്ല രക്ഷ. അപ്പോസ്തലന്മാർ ചേർന്ന് ആലോചിച്ച് നേടിയെടുത്തതല്ല ആത്മരക്ഷ, പാപമോചനം. ദൈവം
മാനവജാതിയുടെ ഒരു കർമ്മമാർഗത്താലും നടപ്പില്ല എന്ന് കണ്ട ദൈവം, അവൻ ദൈവരൂപത്തിലിരുന്ന് മുകളിലിരുന്നവൻ താൻ ഒന്നുമല്ലാത്തവനായി താഴോട്ട് വന്നതുകൊണ്ട് എന്നെ നിങ്ങളെ അവൻ ഉയർത്താനിടയായി തീർന്നു. തുലാശിൻ്റെ ഒരു ഭാഗം താന്നെങ്കിലേ മറുഭാഗം ഉയരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ എൻ്റെ നിങ്ങളുടെ പാപം മുഴുവൻ അവൻ ഏറ്റെടുത്ത് പാപത്തിൻ്റെ ശിക്ഷയായ ക്രൂശ് ശാപക്കുരിശ് വഹിച്ച് പാതാളത്തിൻ്റെ അടിയിലേക്ക് താന്നപ്പോൾ എന്നെ അവൻ പാപത്തിൻ്റെ അടിവേരുകൾ പറിച്ച് മുകളിലേക്ക് ഉയർത്തി വിശുദ്ധൻ എന്ന പദവി തന്ന ആ കർത്താവിന് ഒരു സ്തുതി അർപ്പിച്ച ദൈവത്തിൻ്റെ മക്കൾ. ഈ രക്ഷ സൗജന്യമാണ്. ഇന്ന് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്ക് സൗജന്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്വർഗീയ വിരുന്നിൽ വരുന്നതുകൊണ്ടല്ല രക്ഷ കിട്ടുന്നത്. പക്ഷേ രക്ഷയുടെ വാർത്ത അറിയണം. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി, നിങ്ങളും ചെല്ല് കിട്ടും. സമയം തീരാറായി, എപ്പോഴാ സ്റ്റോക്ക് തീരുന്നതെന്ന് അറിയില്ല, എപ്പോഴാ കട അടയ്ക്കുന്നതെന്ന് അറിയില്ല നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് വരാറായി, പെട്ടകത്തിൻ്റെ വാതിൽ അടയാറായി, അവസരങ്ങൾ തീരാറായി. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കരുത്. നിങ്ങൾ പൈസ കൊടുക്കണ്ട, അതിനുവേണ്ടി ഒന്നും കൊടുക്കണ്ട. യേശുവേ എൻ്റെ ജീവിതം ഇതാ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറയുമ്പോൾ രക്ഷയുടെ എല്ലാ പദവികളും ആ വ്യക്തിയുടേതായി. അതാണ് ഇവിടെ പറഞ്ഞത്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും. ഇത്രയും മുടക്കാൻ നിങ്ങൾക്കുള്ളൂ. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒന്ന് വാ കൊണ്ട് ഏറ്റുപറയും. പിന്നെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എന്ന ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്ന പറയല്ല, എൻ്റെ യേശു ജീവനോടെ ഉണ്ട്, എന്നെ നടത്തിക്കോളും. അതാണല്ലോ ഇന്ന് നമ്മുടെ വിഷയം. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടി വി പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് ടി വി പ്രോഗ്രാമിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൈകോർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പല ടി വി പ്രോഗ്രാമിലൂടെയും അനേകം മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്ന കുടുംബങ്ങൾ കർത്താവിലേക്ക് വന്നു. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ടി വി പ്രോഗ്രാമിനെ കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ടി വി പ്രോഗ്രാമുകൾ പലരും സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ടി വി പ്രോഗ്രാം മുന്നോട്ട്, ഓരോ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ചാനൽ ഹാസ് ടു ബി പെയ്ഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എക്സ്പെൻഡിച്ചറുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാം. വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ നിങ്ങളുടെ വൺ ഓഫ് യുവർ ഡേയ്സ് ദാറ്റ് യു സെലിബ്രേറ്റ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ജനനം, അതിനകത്തൊക്കെ യു ക്യാൻ ബി എ പാർട്ട് ബൈ സ്പോൺസറിങ് ദിസ് ചൈൽഡ്. മറക്കരുത്, ടി വി പ്രോഗ്രാമിന് ഇന്നും എവിടെയും നമ്മൾ പലയിടത്തും സുവിശേഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തിടത്തും കടന്നു ചെല്ലാൻ പറ്റും. അനേകരെ വിടുവിക്കാൻ പറ്റും. ദൈവവചനത്തിലൊരു മനോഹരമായ വചനമുണ്ട്, അവർ ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും. വാസ്തവത്തിൽ നിങ്ങൾ ഞങ്ങളെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ഐക്യമാണ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഈ ടി വി പ്രോഗ്രാം ഒരു ക്രൂസൈഡിനേക്കാളും വലുതാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയുന്ന അത്രയും പേരല്ല ഇത് കാണുന്നത്. ലോകമെമ്പാടും പല രാജ്യത്തിലിരിക്കുന്നവരും ഗ്രൗണ്ടിലോട്ട് വരേണ്ട, വീട്ടിലിരുന്ന് ഈ വചനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു വിശ്വാസമാണ്, തോമസുട്ടി ബ്രദറും ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട്സും ഞങ്ങളുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ പോയാലും സപ്പോർട്ട്സ് റേസ് ചെയ്യാറില്ല. ചർച്ചിനകത്തെ സപ്പോർട്ട്സും ഉണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം സൂര്യ നടക്കുന്നത് കോട്ടയത്തെ ഓഫറിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത അത് സ്പോൺസർഷിപ്പ് ഓരോ ആഴ്ചയും നടത്തുന്നു. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ മതി. ആ ഫോൺ നമ്പറുകളിൽ നിന്ന് യു വിൽ ബി ഗൈഡഡ്. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞ് ഇത് കാണണം, പ്രാർത്ഥിക്കണം. നിങ്ങളെയും
നിങ്ങളുടെ തലമുറയും കർത്താവ് മറക്കത്തില്ല. സ്വർഗത്തിലും പ്രതിഫലമുള്ള വലിയ ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇനിയും പല ഭാഷകളിലൂടെയും ഞങ്ങൾ പല ചാനലിൻ്റെയും പ്രവർത്തനം നിർത്തേണ്ടി വന്നു ഭാഷകളിൽ. നമ്മളിതെല്ലാം കൂടെ ചെയ്താൽ ഈ പുതിയ കാലത്ത് ഈ ശുശ്രൂഷ ഏറ്റവും എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിന് ബന്ധപ്പെടുവാൻ ഈ ഫോൺ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. മിഷൻ മന്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഈ നമ്പറിൽ വിളിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദാറ്റ് ഗോഡ് വിൽ ഓപ്പൺ ഡോർസ്, ദാറ്റ് യുവർ ഹാർട്ട് വിൽ ഓപ്പൺ ആൻഡ് യു വിൽ ഡു ഇറ്റ്. സോ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നമ്പറുകളിൽ, ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ യു ക്യാൻ നോ ഹൗ യു ക്യാൻ ഗിവ്. ഗോഡ് ബ്ലെസ് യു. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. യേശു എൻ്റെ കർത്താവ്. ഈ ലോകത്തിൽ എല്ലാവരെയും കല്ലറയിൽ അടക്കിയെങ്കിലും എൻ്റെ യേശു മാത്രം ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. ആ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിടത്തില്ല. ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് നടന്നില്ലെങ്കിലും എനിക്കറിയാം അത് ഏറ്റവും ബെസ്റ്റാക്കി അവൻ നടത്താൻ പോവുക. 3.5 കൊല്ലത്തെ ശുശ്രൂഷയിൽ സൗഖ്യമാകാഞ്ഞവർ ഹോശന്ന പാടി അവർ യേശുവിൻ്റെ കൂടെ ദേവാലയത്തിൽ കടന്നു. അവർ ഹോശന്ന പാട്ട് നിർത്തിയില്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ സൗഖ്യമായല്ലോ, ഞങ്ങളെ സൗഖ്യം ആക്കിയില്ലല്ലോ എന്നും പറഞ്ഞ് അവർ യോഗത്തിന് വരുന്നത് നിർത്തിയില്ല. അവർ പിന്നെ ഹോശന്ന പാടി. നമ്മൾ വായിക്കുന്ന അവരെ ദേവാലയത്തിനകത്ത് വെച്ച് എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ വിടുതൽ അല്പം താമസിച്ചെങ്കിലും എല്ലാവരെയും വഴിയരികെ വെച്ച് സൗഖ്യമാക്കിയെങ്കിൽ ഞങ്ങളെ ദേവാലയത്തിനകത്ത് വെച്ച് മഹത്വപൂർണ്ണമായി സൗഖ്യമാക്കാൻ വേണ്ടിയാണ് കർത്താവ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും വിലയുള്ളൊരു കാര്യം, ഇത്രയും പ്രയാസമുള്ളൊരു കാര്യം, അതാ സങ്കീർത്തനൊക്കെ പറയുന്ന മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനും പറ്റത്തില്ല, അതിനുവേണ്ടി ഒന്നും നടക്കത്തില്ല. യഹൂദൻ അവൻ്റെ മുഴുവൻ കർമ്മം ചെയ്തിട്ട് പറയുന്നത് നടപ്പുള്ള കേസല്ല, പാപമോചനം നടക്കാൻ പോകുന്നില്ല, നിത്യജീവനം കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പൗലോസ് ശ്ലീഹ പറയുക, ഇത് സുസാധ്യം, ഇത് പെട്ടെന്ന് കിട്ടുന്നതാണ്. കിട്ടത്തില്ല എന്ന് പഴയ നിയമം പറയുമ്പോൾ അപ്പോസ്തോലിക വെളിപ്പാട് വിളിച്ചു പറയുന്നു, ഇത് വളരെ പെട്ടെന്ന് കിട്ടും, എല്ലാവർക്കും കിട്ടും, ഏത് പാപിക്കും കിട്ടും, ഏത് തെറ്റുപറ്റിയവനും കിട്ടും, ലോകത്തുള്ള ഏത് വ്യക്തിക്കും കിട്ടും. ഇത്രയും ചെയ്താൽ മതി. യേശു എൻ്റെ കർത്താവ്. യേശു എൻ്റെ കർത്താവാന്ന് ആരിലും പറഞ്ഞോ, അന്നേരം സ്വർഗം ഒരു സീല് കുത്തുക, എൻ്റെ വക. യേശു എൻ്റെ കർത്താവാന്ന് പറഞ്ഞാൽ ഉടൻ പാരമ്പര്യ ശാപങ്ങൾ മുഴുവൻ ഈ വ്യക്തികളെ കാണുമ്പോൾ ഞെട്ടാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷകർത്താവ് ദാനം ചെയ്തു, അത് ഞാൻ എടുക്കണം അല്ലേ? ഈ സുവിശേഷം കേട്ട് രക്ഷ സൗജന്യമാണെന്ന് കേട്ട് ഞാൻ എടുക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അവനെ അധികാരം ഉപയോഗിക്കണം. യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയണം. അത് സിമ്പിളാക്കിയിരിക്കുക. ഈ വേദഭാഗത്ത് തന്നെ റോമർ 10:10 യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുമെന്ന് പറയുന്നതിന് മുമ്പ് പറയുകയാണ്, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് കരുതി ആര് സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് കയറ്റണമെന്ന് കരുതി ആര് പാതാളത്തിൽ പോകുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയണ്ട്. വലിയ ദുഷ്കരമാക്കാതെ രക്ഷ എന്നതിൻ്റെ അർത്ഥം. നീ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കഷ്ടപ്പെടുവൊന്നും സ്വർഗം വരെ പോയി പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ പോകണ്ട, പിന്നെ പാതാളത്തിലോട്ട് ഇറങ്ങിപ്പോയി കയറ്റിക്കൊണ്ട് വരാനൊന്നും പോകണ്ട. നിനക്കത് സിമ്പിളാക്കി തന്നിരിക്കുക. ആ വചനം പറയാണ്, ഒന്ന് വായിച്ചേ, റോമർ 10:6 മുതൽ വായിച്ചേ. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി. വചനം നിന്റെ സമീപെ ആരോ എത്തിച്ചിട്ടുണ്ട്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ പടിക്കൽ വരെ ഇതുകൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ സുവിശേഷം അറിയിക്കുന്നവരെന്ന് പറയുന്ന ജോലി എന്താ ഗ്രേറ്റ് കാര്യമാണ് ചെയ്യുന്നതെന്നറിയാമോ? ദൈവം തമ്പുരാനെ ഹൃദയത്തിന്റെ വാതിൽക്കൽ കൊണ്ട് വെച്ചു കൊടുക്കുക. സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നാക്കിന്റെ വാതിൽക്കൽ കൊണ്ട് വെച്ചു കൊടുക്കുക. ബാക്കി അവർ ചെയ്യണം.
അടുത്തിരിക്കുന്ന പറഞ്ഞ ഉരുട്ടിയും കൂടെ വേണേൽ തരാം, വാ പൊളിച്ച് കഴിക്കണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യം, ചവച്ചിറക്കി തരണം, അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഇത്രയും രക്ഷ സൗജന്യമാക്കിയാൽ പോരെ, ഇത്രയും രക്ഷ സിമ്പിളാക്കിയാൽ പോരെ. അതാ അവിടെ പറയുന്നത്. അത് നിനക്ക് സമീപമായി, നിന്റെ അധരങ്ങളിലും പിന്നെ നിന്റെ ഹൃദയത്തിലും വന്ന് നിൽക്കുക. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശു തന്റെ രക്തം കൊടുത്ത് സൗജന്യമായി നേടി മാനവജാതിക്ക് വേണ്ടി വെച്ചത് നിനക്കും കൂടെ ഉള്ളതാന്ന് ആൾക്കാരുടെ അടുക്ക ചെന്ന് എന്ത് ചെയ്താൽ മതി? ഉടനെ ആ വ്യക്തി വാഗൊണ്ട് പറഞ്ഞ അത്ഭുതം നടക്കുമെന്ന്. ആ നിമിഷം ദൈവ പൈതലാകും, ആ നിമിഷം രക്ഷിക്കപ്പെടും, ആ നിമിഷം ജീവപുസ്തകത്തിൽ പേര് വരും. ആ നിമിഷം ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ പിശാച് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ വീട്ടിലെ ദുഷ്ടൻ ഇറങ്ങിപ്പോകും. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസവചനം. അടുത്ത വാക്യം, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് കേട്ടയാളെന്തോ ചെയ്യണം ഇനിയിപ്പം? യേശു എൻ്റെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ദിവസം നമുക്കെല്ലാം ഉണ്ട്. 1984 എനിക്ക് അനുഭവമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എല്ലാ ദിവസവും നമ്മൾ ഈ വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. ആ ബസ് യാത്ര ചെയ്യുമ്പോഴും, ആ കറിക്ക് അരിയുമ്പോഴും, ആ പരീക്ഷയ്ക്ക് പോകുമ്പോഴും, ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും, യേശുവിൻ്റെ കർത്താവ, യേശുവിൻ്റെ കർത്താവ, യേശുവിൻ്റെ കർത്താവ. ഹല്ലേലൂയ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എബ്രായർ 13 വാക്കുണ്ട്, നാം അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ എങ്ങനെ അർപ്പിക്കണം? അപ്പൊ ഏറ്റുപറച്ചിൽ എപ്പോഴൊക്കെ നടക്കണം? സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ ഈ സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ 2 വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? യേശുവിൻ്റെ കർത്താവ, എനിക്ക് നല്ലതേ വരത്തുള്ളൂ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഒരു പാരമ്പര്യ ശക്തി എന്നെ തൊടത്തില്ല, ഒരു ദുഷ്ടനും എന്നെ തൊടത്തില്ല. ഇത്ര അർത്ഥമുണ്ട് ഒറ്റ സ്തോത്രത്തിന്. നല്ലപോലെ ഒന്ന് പറഞ്ഞ് സ്തോത്രം 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 എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മക്കളെ, ഓരോ സ്തോത്രത്തിനകത്തും എൻ്റെ കർത്താവിനെ ഞാൻ ഏറ്റുപറയുക. യേശുവിൻ്റെ കർത്താവാ, എൻ്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുക, അവൻ എനിക്ക് തുണയാ. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ പ്രഖ്യാപന എബ്രായർ 13:5 അതോടെ വായിച്ച എബ്രായർ 13:5 വായിച്ചാട്ടെ. എൻ്റെ വിശ്വാസ പ്രഖ്യാപനം, അതിനാ സ്വീകാരം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന പറഞ്ഞ വിശ്വാസം എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. സാമ്പത്തികമായി ഒരുപക്ഷെ ഒരു വലിയ പ്രയാസത്തിലൂടെ ആയിരുന്നിരിക്കാം അന്നത്തെ ആ സഭ പോകുന്നത്. അവരുടെ പറയാം, നിങ്ങൾ പണമെന്നുള്ള ആകാതിരിക്കട്ടെ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതാകാതിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഉള്ളതിൽ തൃപ്തിപ്പെടുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറയുന്ന. അപ്പൊ ഈ വാഗ്ദത്തം ഏത് കാര്യത്തിലാണ്? ഭൗതിക കാര്യത്തിലല്ലേ? ഹലോ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ കാര്യത്തിൽ കർത്താവ് പറയാൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ആരാ ഇത് പറഞ്ഞേ? ഹലോ, മാറി മാറി വരുന്ന അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി അല്ല ഇത് പറഞ്ഞത്. സ്തോത്രം. പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഒരു വ്യക്തി അല്ല പറഞ്ഞത്. വാക്ക് മാറത്തില്ല എന്ന് പറഞ്ഞവൻ, അവൻ പറഞ്ഞിരിക്കുന്നു. എന്താ വായിച്ചേ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവനാ പറഞ്ഞെന്ന് അതിന്റെ അർത്ഥം. വാക്ക് മാറാത്ത അവൻ തന്നെ അരുളി ചെയ്തു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ നമ്മളും പറയണം. കൈയെടുത്ത് പറ, അവൻ പറഞ്ഞത് കേട്ടാ മാത്രം പോരാ, പറ. നമ്മളും നമ്മുടെ വിശ്വാസം പറയണം. അപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇവിടുത്തെ സാമ്പത്തിക കാര്യത്തിലും വിശ്വാസം പ്രഖ്യാപിക്കണം. കുഞ്ഞിനെ അഡ്മിഷൻ വിട്ട കാര്യത്തിലും വിശ്വാസം പ്രഖ്യാപിക്കണം. മോടെ കല്യാണം നടക്കുന്ന കാര്യത്തിലും നിന്റെ വിശ്വാസവും അവൻ്റെ കർത്തൃത്വവും വിളിച്ച് പറയണം. യേശുവിൻ്റെ കർത്താവാകിയാൽ എനിക്ക് നല്ലതേ വരത്തുള്ളൂ, യേശുവിൻ്റെ കർത്താവാകിയാൽ എൻ്റെ കുഞ്ഞിന് നല്ലതേ വരത്തുള്ളൂ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം എന്തൊരു എക്സൈറ്റിംഗ് ലൈഫാണ് അത്. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, ബിസിനസ് ചെയ്യുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോഴും, പ്രതിസന്ധികളിൽ വരുമ്പോഴും
എൻ്റെ യേശുവിൻ്റെ കൈകളിലാണ് ഞാൻ എന്നുള്ള ഉറപ്പ്, അത് കർത്താവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നതാണ്. വാസ്തവത്തിൽ ഒരു ബൈബിൾ ചുമന്നുകൊണ്ട് നടന്നതോ, ഞായറാഴ്ച ആരാധനയ്ക്ക് പോയതോ, പള്ളിയിൽ പോയതോ, അവിടെ സ്തോത്രകാഴ്ച അർപ്പിച്ചതോ, അല്ലെങ്കിൽ അച്ഛനോ പാസ്റ്ററോ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു ചടങ്ങായി ചെയ്യുന്ന അല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് യേശുവിനോട് ചേർന്ന് മഹാസന്തോഷത്തിൽ ജീവിക്കുന്ന യേശു എനിക്ക് വേണ്ടി ഉണ്ട്. എൻ്റേത് ഈ പ്രശ്നങ്ങൾ ഞാൻ കർത്താവിൽ കൊടുത്തിരിക്കുക, കർത്താവ് അതെനിക്ക് വേണ്ടി നടത്തിത്തരും. ഇതുവരും സൈക്കോളജിക്കൽ തോട്ടൊന്നും അല്ല കേട്ടോ, അത് അനുഭവമാണ്. നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ കർത്താവ് ചെയ്യും. സോ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ അവസരമാണ്. ഏതോ ഒരു കൂട്ടായ്മയിൽ ചെന്നാലേ കർത്താവുമായി ബന്ധപ്പെടുമെന്ന് കരുതരുത്. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുവേ എനിക്കും അങ്ങേ വേണം, എനിക്കും ആ ഭാഗ്യകരമായ ജീവിതം വേണം, എനിക്കും ഈ സമാധാനമുള്ള എന്നെ നടത്താൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പിൽ എനിക്കും ഒന്ന് ജീവിക്കണം, എൻ്റെ ജീവിതം യേശുവെ അങ്ങേ കൈകളിൽ തരികയാണ് ഒന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ജീവിതത്തിൽ ചില പാപ സ്വഭാവങ്ങൾ, അതിനെ മറികടക്കാൻ പറ്റുന്നില്ല, നമ്മൾ നോക്കിയാൽ പറ്റത്തില്ല. നമ്മൾ നല്ലവരായിട്ടല്ല യേശുവിനടുക്ക ചെല്ലേണ്ടത്. ആ മുടിയനായ പുത്രനെ പോലെ ഇപ്പം എന്താണോ അങ്ങനെ അങ്ങ് ചെന്നാൽ മതി. യേശുവെ മദ്യപാനം എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തെ ഒരു സ്വർഗമാക്കി തീർക്കും. മാത്രമല്ല, ശാരീരിക രോഗത്താലും പ്രയാസത്താലും ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസപ്പെടുകയാണോ, യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നിങ്ങളിപ്പോൾ തന്നെ ആ രോഗമുള്ള ഭാഗത്ത് കൈവെക്കണം. യേശു കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അത്ഭുതം ഇപ്പോൾ കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഈ നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം അവരറിയട്ടെ. ജീവിതത്തിലെ കർത്താവെ പാപസ്വഭാവങ്ങളെ, മറ്റു പല പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ ഓരോ മക്കളെ സഹായിക്കണമേ. അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. യേശു എൻ്റെ കർത്താവാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോയമ്പത്തൂരിൽ മെയ് 6 ബുധൻ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. ഗുജറാത്തി സമാജ് ഓഡിറ്റോറിയം, മേട്ടുപാളയം റോഡ്, RS പുരം, സെൻട്രൽ തിയേറ്ററിന് സമീപം. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों